ഹായ് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതിൻ്റെ സൈക്കോളജിയുടെ അടുത്ത ഭാഗമാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, എക്സാം വളരെ അടുത്തു. ഇനി 10 ദിവസം മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. ഞാൻ ക്വസ്റ്റ്യൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. ഞാൻ എന്ത് ചെയ്യും, അതിനുശേഷം ആൻസർ പറയുന്നതാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം നോക്കൂ. മാസ്ലോയുടെ ആവശ്യ ശ്രേണിയിൽ ഒരു വ്യക്തിക്ക് സാക്ഷാത്കരിക്കാവുന്ന ഉയർന്ന ആവശ്യം ഏതാണ്? അക്കോർഡിംഗ് ടു മാസ്ലോ, ദ ഹയസ്റ്റ് നീഡ് ആൻ ഇൻഡിവിജ്വൽ ക്യാൻ ഫുൾഫിൽ. ഇപ്പോൾ നീഡ് തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹയറാർക്കി ഓഫ് നീഡ്സ്. അതിൽ ഏറ്റവും ഹയസ്റ്റ് ഏതാണ് ചോദ്യം? ഏതാണ്? സെൽഫ് കൺസെപ്റ്റ്, സെൽഫ് എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ, നൺ ഓഫ് ദീസ്. ഉത്തരം സെൽഫ് ആക്ച്വലൈസേഷൻ. ഇതാണ് ഹയസ്റ്റ്. അപ്പോൾ ഇതിൽ കഴിഞ്ഞൊരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഏറ്റവും ലോവസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ ലോവസ്റ്റ് ആണല്ലേ? ഇപ്പോൾ ലോവസ്റ്റ് ഇതിലില്ല. നമുക്ക് ഞാൻ അന്ന് പറഞ്ഞു, അത് ഫിസിയോളജിക്കൽ നീഡ്സ്. അതിൻ്റെ മുകളിലാണ് സേഫ്റ്റി നീഡ് വരുന്നത്. അതിൻ്റെ മുകളിലാണ് എന്ത്? ലവ് ആൻഡ് ബിലോങ്ങിങ്സ്. അതിന് മുകളിലുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ചില ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കുക, നീഡ്സിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നീട് കുറച്ചുകൂടി കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി നിങ്ങൾ നോക്കി പോവുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്ന ഏതുമായാണ് സാമീപ്യ നിയമം, സാദൃശ്യ നിയമം, പൂർത്തീകരിക്കൽ നിയമം എന്നിവയുമായി ബന്ധപ്പെട്ടത്? ഇംഗ്ലീഷ് നോക്കിയാൽ പെട്ടെന്ന് കിട്ടും. ലോ ഓഫ് പ്രോക്സിമിറ്റി അല്ലേ? അതുപോലെ ലോ ഓഫ് സിമിലാരിറ്റി ആൻഡ് ലോ ഓഫ് ക്ലോഷർ. നമ്മൾ നേരത്തെ ഇത് ഡിസ്കസ് ചെയ്തിരുന്നു. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾക്കറിയാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? കൺസ്ട്രക്റ്റിവിസം, ജസ്റ്റാൾട്ട് സൈക്കോളജി, തിയറി ഓഫ് സൈക്കോ അനാലിസിസ്, ബിഹേവിയറിസം. ഏതായിരിക്കും ഉത്തരം? ജസ്റ്റാൾട്ട് സൈക്കോളജി അല്ലേ? ജസ്റ്റാൾട്ട് സൈക്കോളജി. ആരായിരുന്നു ജസ്റ്റാൾട്ട് സൈക്കോളജിയുടെ ഉപജ്ഞാതാവ്? നമുക്കറിയാം, മാക്സ് വേർത്തിമർ ആയിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് അതായതായിരുന്നു കൊഹ്ലർ അല്ലേ? കൊഹ്ലറുടേതാണ് ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്. പിന്നെ കൺസ്ട്രക്റ്റിവിസം, അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം, പിയാഷെ. അതുപോലെ തന്നെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അല്ലേ? സോഷ്യൽ കൺസ്ട്രക്റ്റീവ്, വൈഗോഡ്സ്കി. തിയറി ഓഫ് സൈക്കോ അനാലിസിസ് ആയിരുന്നു ഫ്രോയിഡ് അല്ലേ? ഫ്രോയിഡിൻ്റെ ഏതായിരുന്നത്? തിയറി ഓഫ് സൈക്കോ അനാലിസിസ്. ബിഹേവിയറിസത്തിൻ്റെ ആളുകളായിരുന്നു നമ്മൾ നേരത്തെ ഫസ്റ്റ് നമ്മൾ പഠിച്ചിരുന്ന ഇവാൻ പാവ്ലോ, അതുപോലെ തന്നെ വാട്സൺ, അതുപോലെ തോണ്ടൈക്ക്, സ്കിന്നർ. ഓക്കെ, ഞാനിങ്ങനെ പറയാനുള്ള കാരണം നിങ്ങൾ ഓർത്തിരിക്കുകയും ഓരോ സൈക്കോളജിസ്റ്റിനും ഓർത്തിരുന്നാൽ ചിലപ്പോൾ ഈ വിഭാഗത്തിൽ പെടാത്തതാരെന്ന് ചോദിക്കും. ചിലപ്പോൾ ഇതിൽ 3 പേരെ തന്ന് ഒരാളെ മറ്റുള്ളതിൽ നിന്ന് തരും. അപ്പോൾ ഇതിൽ ഒറ്റപ്പെട്ടതാരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒറ്റ ക്വസ്റ്റ്യനിൽ തന്നെ ഇവരെ മൊത്തം ഒരു ഐഡിയ കിട്ടും. അതുകൊണ്ടാണ് ഡിസ്കസ് ചെയ്തത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കൗമാരക്കാലത്തെ സാമൂഹിക മാറ്റത്തിൽ ഉൾപ്പെടുന്നത്? സോഷ്യൽ ചേഞ്ച് ഡ്യൂറിങ് അഡോളസൻസ് ഇൻക്ലൂഡ് ഫിയർ ആൻഡ് ഷെയിം, അഡൾട്ട് ലൈക്ക് ബിഹേവിയർ, റെസ്റ്റ്ലെസ്നെസ്, ഇമാജിനേഷൻ. കൗമാരകാലത്തിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് അറിയാൻ പറ്റത് ഭയവും ലജ്ജയും ചെറിയ കാലത്താണ് ഉണ്ടാവുക അല്ലേ? ഭയം കൂടുതൽ. അതുപോലെ മുതിർന്നവരെ പോലെ പെരുമാറ്റം നമുക്കിപ്പോൾ അറിയാം, പക്ഷേ എങ്കിലും അങ്ങോട്ട് എത്തിയിട്ടില്ല. റെസ്റ്റ്ലെസ്നെസ്, ഇമാജിനേഷൻ. ഏറ്റവും സ്യൂട്ടബിളായ ആൻസർ ഏതാ? കൗമാരകാലത്ത് ഇമാജിനേഷൻ കൂടും അല്ലേ? ഭാവന കൂടുതൽ ഉണ്ടാവുന്നത് കൗമാരകാലത്താണ്. അടുത്ത ചോദ്യം നോക്കൂ. ഡിസ്പ്രാക്സിയയുമായി ബന്ധപ്പെട്ടത് നമ്മൾ ലേണിംഗ് ഡിസാബിലിറ്റി പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്ലെക്സിയ ഇതൊക്കെ പഠിക്കുന്നുണ്ട്. അതുപോലെയുള്ള മറ്റൊന്നാണ് എന്ത്? ഡിസ്പ്രാക്സിയ. എന്താണിത്? മെൻ്റൽ ഡിസോർഡർ, മാത്തമാറ്റിക്കൽ ഡിസോർഡർ, റീഡിംഗ് ഡിസോർഡർ, മോട്ടോർ കോർഡിനേഷൻ ഡിസോർഡർ. എന്താണ്? മോട്ടോർ കോർഡിനേഷൻ ഡിസോർഡർ ആണ്. അപ്പോൾ ലേണിംഗ് ഡിസേബിലിറ്റി ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റൽ ഡിസേബിലിറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ ഇൻ്റലക്ച്വൽ ഡിസേബിലിറ്റി പോലെ തന്നെ ഡെവലപ്മെൻറ്റൽ ഡിസേബിലിറ്റി ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ റിഗാർഡിംഗ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ്? ഒരു വ്യക്തിയുടെ ജീവിതാനുഭവങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ എക്സ്പീരിയൻസസ് ഓഫ് എ പേഴ്സൺ. ജീവശാസ്ത്രപരമായ പരിണാമത്തിലൂടെ രൂപപ്പെടുന്നു. ഇറ്റ് ഡെവലപ്സ് ത്രൂ ബയോളജിക്കൽ ഇവല്യൂഷൻ. ആശയങ്ങൾ രൂപീകരിക്കൽ
സമാനതകളെ തിരിച്ചറിയൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കൺസെപ്റ്റ് ഫോർമേഷൻ ആൻഡ് ഐഡൻറ്റിഫയിങ് സിമിലാരിറ്റീസ് ആർ ഇൻക്ലൂഡഡ്. ശാരീരിക വികാസത്തിലൂടെ രൂപപ്പെടുന്നു. ഇറ്റ് ഡെവലപ്പ് ത്രൂ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്. ഇൻ്റലിജൻസ് ഫിസിക്കലായിട്ട് വരുന്നതാണോ അതല്ലെങ്കിൽ ബയോളജിക്കൽ എവല്യൂഷനാണ്? ഇതൊന്നുമല്ല. പിന്നെ 2 ഓപ്ഷനാണ് നമ്മളുള്ളത്. അതിൽ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് ആരുടേതായിരുന്നു? ക്രിസ്റ്റലൈസ്ഡ് ഈ കൺസെപ്റ്റ് ആരുടേതായിരുന്നു? റൈമണ്ട് കാറ്റിലിൻ്റെ കൺസെപ്റ്റാണെന്ത് ഈ ഇൻ്റലിജൻസ്. 2 ഇൻ്റലിജൻസ് ഉണ്ട്. അതിൽ ഒന്ന് ക്രിസ്റ്റലൈസ്ഡും അതുപോലെ രണ്ടാമത്തേത് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്. അപ്പോൾ അതിൽ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഓഫ് എ പേഴ്സൺ, ഒരു വ്യക്തിക്ക് എക്സ്പീരിയൻസിലൂടെ നേടിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ബുദ്ധിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രായം കൂടുന്തോറും ഈ ഇൻ്റലിജൻസ് എന്ത് ചെയ്യാണ്? കൂടുന്നതാണ്. മറ്റൊരു പ്രത്യേകത പഠിച്ചു വെക്കുക, പ്രായം കൂടുന്നതനുസരിച്ച് ഇൻ്റലിജൻസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. എന്നാൽ ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്താണ്? പ്രായം കൂടുന്നതനുസരിച്ച് കൂടുന്നില്ല. ക്ലിയർ? ഞാൻ റൈമണ്ട് കാറ്റിലിൻ്റെ ഇൻ്റലിജൻസിൻ്റെ കൺസെപ്റ്റിലുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസും ഫ്ലൂയിഡ് ഇൻ്റലിജൻസും. ഇനി നോക്കൂ അടുത്ത ചോദ്യം. ഹേനയ്ക്ക് ഒറ്റയ്ക്ക് പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട്. ടീച്ചർ പറയുന്നത് ശ്രദ്ധ കൊടുക്കാതെ അവൾ ഇടയ്ക്കിടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോയി പെൻസിലിൻ്റെ മുന കൂർപ്പിക്കുകയും ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയും ചെയ്യും. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ഏത് വിഭാഗത്തിൽ ഹേനയെ ഉൾപ്പെടുത്താം? നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എല്ലാ ഓപ്ഷനും മനസ്സിലാക്കുക. മെൻ്റൽ റിട്ടാർഡേഷൻ, ബുദ്ധിമാന്ദ്യം, ADHD, ഡൗൺ സിൻഡ്രോം, സെറിബ്രൽ പൾസി. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, കുട്ടി എന്താ ചെയ്യുന്നത്? ഭയങ്കര ആക്ടിവിറ്റി അല്ലേ? അപ്പോൾ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലാസ്സിൽ ഇങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇത് ഏത് ഉൾപ്പെടുത്താം? എന്താണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി അതാണ് കുട്ടിയിൽ നടക്കുന്നത്. അപ്പോൾ ADHD അതൊരു ഡെവലപ്മെൻറ്റൽ ഡിസബിലിറ്റിയാണ്. നമ്മൾ ശ്രദ്ധിക്കുക, ഡെവലപ്മെൻറ്റ്. എന്നാൽ ഡൗൺ സിൻഡ്രോം അത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കാം. അതുപോലെ സെറിബ്രൽ പൾസിയിലും കുട്ടിക്ക് കോർഡിനേഷനാണ് പ്രശ്നം വരുന്നത്. ഇവിടെ ADHD ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വ്യത്യസ്തങ്ങളായ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾക്കായി ശോഭ ടീച്ചർ കുട്ടികളെ ഗ്രൂപ്പുകളായി തിരിക്കാറുണ്ട്. അവിടെ സ്വന്തം അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നതിനും സംവാദങ്ങളിൽ ഏർപ്പെടുന്നതിനും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് കുട്ടികളിൽ വികസിക്കപ്പെടുന്നത് എന്താണ്? ഇവിടെ എന്താ ചെയ്യുന്നത്? പല ഗ്രൂപ്പാക്കുന്നു അല്ലേ? പിന്നെന്ത് ചെയ്യുന്നു? അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നു. ടീച്ചർ ഓൾവേസ് ഗ്രൂപ്പ് ഹെർ ചിൽഡ്രൻ for different classroom activities when the children are encouraged to share and debate on their opinions. ഈ കൺസെപ്റ്റ് വേർബൽ ഇൻ്റലിജൻസ് ആണോ, ബോഡിലി കിനസ്തറ്റിക് ഇൻ്റലിജൻസ് ആണോ, ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് ആണോ, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ? കുട്ടികളിൽ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് വികസിക്കപ്പെടുന്നു. ഇവിടെ വേർബൽ ലാംഗ്വേജ് അത് നമ്മൾ വേർബൽ ഇൻ്റലിജൻസ് നമ്മൾ ഇതുപോലെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, മറ്റുള്ളവയൊക്കെ പറയുന്നത്. അതിൽ വെർബൽ ഇൻ്റലിജൻസ് വരുന്നുണ്ടോ? ഇല്ല, വെർബൽ ഇൻ്റലിജൻസ് അതിൽ വരുന്നില്ല. പിന്നെ എന്താണ് ഹവാർഡ് ഗാർണർ പറഞ്ഞിട്ടുള്ളത്? വെർബൽ ഇൻ്റലിജൻസ് എന്നല്ല, പിന്നെയോ ലിംഗ്വിസ്റ്റിക് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. എന്താ വെച്ചാൽ കറക്റ്റ് വേർഡുകൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക. അത് നമുക്കൊരു പോയറ്റാണെങ്കിൽ, കവിയാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു സ്പീക്കർ, പ്രഭാഷകനാണെങ്കിലൊക്കെ അവർക്ക് എന്ത് ചെയ്യുക, ഈ ലിംഗ്വിസ്റ്റിക് എബിലിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലൊക്കെ ആർട്ടിക്കിൾസ് ചെയ്ത ലാംഗ്വേജുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തതാണ് ബോഡിലി കിനസ്തറ്റിക്. അവിടെ നമ്മൾ സ്പോർട്സ് ആക്ടിവിറ്റി, ഡാൻസ് ആക്ടിവിറ്റിയാണ് അവരിൽ കൂടുതൽ ഉഷാറായിട്ടുണ്ടാവുക. ഇൻട്രാപേഴ്സണൽ എന്ന് പറയുമ്പോൾ വ്യക്തിയുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്നതാണ്. സ്വന്തം അവരെ തന്നെ മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അതുപോലെ അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കുക, എന്താണ് അവരുടെ നീഡ്സ്, അതൊക്കെ മനസ്സിലാക്കാനാണ് ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് കൂടുതൽ ഉപകരിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. രോഹിത് ഒരു ദിവസം പോലും സ്കൂളിൽ പോകാതിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് സ്കൂൾ നിയമത്തിന് എതിരാണ്. സ്കൂളിൻ്റെ ലോ അതൊക്കെ കണ്ടോ. ദ റീസൺ ഈസ് ദാറ്റ് ഹി തിങ്സ് ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ റൂൾസ് ദ സ്കൂൾ. അറ്റ് വിച്ച് ലെവൽ ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് പ്രപ്പോസ്ഡ് ബൈ കോൾബർഗ് ഡു ദ രോഹിത് ബിലോങ്? എവിടെയാണ് കോൾബർഗിൻ്റെ ഏത് ലെവലിലാണ് ഇപ്പോൾ രോഹിത് ഉള്ളത്? കൺവെൻഷണൽ ലെവൽ,
പ്രീ കൺവെൻഷണൽ ലെവൽ, പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ, സെൻസറി മോട്ടോർ ലെവൽ. എവിടെയാണ് ലോ ആൻഡ് ഓർഡർ അല്ലേ? ലോ ആൻഡ് ഓർഡർ ഏത് ലെവലാണ്? കൺവെൻഷണൽ ലെവലാണ്. നമുക്കറിയാം കോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റ് പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ, പോസ്റ്റ് കൺവെൻഷണൽ. ഇതിൽ കൺവെൻഷനിൽ വരുന്ന രണ്ടെണ്ണമാണ്. ഒന്ന് ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയൻറ്റേഷൻ. ഗുഡ് ബോയ് ഗുഡ് ഗേൾ, അതായത് മറ്റുള്ളവരിൽ നിന്ന് ആക്സെപ്റ്റൻസ് ആഗ്രഹിക്കുന്നു. ആക്സെപ്റ്റൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? ഇതാണ് ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയൻറ്റേഷൻ. അതിലെ രണ്ടാമത്താണ് ലോ ആൻഡ് ഓർഡർ. ലോ ആൻഡ് ഓർഡർ. ഈ ഘട്ടത്തിൽ കുട്ടി എന്ത് ചെയ്യുന്നു? നിയമങ്ങൾ അനുസരിക്കാൻ താല്പര്യപ്പെടുന്നു. ഇത് കൺവെൻഷൻ ലെവലിലാണ് ഇത് വരുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കൂ. പോഷണ പ്രവർത്തനങ്ങൾ കൂടുതൽ അനുയോജ്യമായത്. ഇവിടെ പോഷണ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാംസ് ആർ മോർ സ്യൂട്ടബിൾ. പ്രതിഭാശാലിയായ കുട്ടികൾക്ക്, വിഷ്വലി ഇമ്പേർഡ് ചിൽഡ്രൻ, ഹൈപ്പർ ആക്റ്റീവ് ചിൽഡ്രൻ, അക്കാഡമിക്കലി ബാക്ക്വേർഡ് ചിൽഡ്രൻ. കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് മതിയാകാത്തത് കൊണ്ട് കുറച്ചുകൂടി എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം കൊടുക്കേണ്ടത് അതാർക്കായിരുന്നു? അത് ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആണ് കേട്ടോ. ഗിഫ്റ്റഡ്. വിഷ്വലി ഇമ്പേർഡും ഹൈപ്പർ ആക്റ്റീവ് ചിൽഡ്രനും ബാക്ക്വേർഡ് ചിൽഡ്രനും ഒന്നുമല്ല, ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആണ്. നമ്മുടെ സിലബസിലെ പ്രത്യേക ഭാഗം തന്നെയാണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ. അടുത്തത് 26ാമത്തെ ചോദ്യം. രൂപിമകൾ എന്നാൽ എന്ത്? മോർഫീം സാർദ. എന്താണ് മോർഫീം? സ്മോളസ്റ്റ് ഡിസ്റ്റിങ്റ്റീവ് സൗണ്ട് യൂണിറ്റ്, ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, ഡിസ്കറേജ് ഇൻ ലാംഗ്വേജ്, സ്മോളസ്റ്റ് മീനിങ് ഫുൾ ലാംഗ്വേജ് യൂണിറ്റ്. എന്താണ് മോർഫീം? മോർഫീമാണെന്ത്? സ്മോളസ്റ്റ് മീനിങ് ഫുൾ ലാംഗ്വേജ്. അവിടെ ഒരു വേർഡ് ശ്രദ്ധിക്കുക, മീനിങ് ഫുൾ ലാംഗ്വേജ് യൂണിറ്റ് ആയിരിക്കണം. എന്നാൽ ഏറ്റവും മുകളിൽ കണ്ട സ്മോളസ്റ്റ് ഡിസ്റ്റിങ്റ്റീവ് സൗണ്ട് യൂണിറ്റ്, ഇതിന് നമ്മൾ പറയുന്ന പേരാണിത് ഫോണീം. എന്താണ് പറയുക? ഫോണീം. അടുത്ത ചോദ്യം നോക്കൂ. ഒരു കുട്ടിക്ക് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് കളിക്കാരനോട് കടുത്ത ആരാധനയാണ്. അയാളുടെ ശാരീരിക ചലനങ്ങളും വസ്ത്രധാരണ രീതിയും സ്വഭാവ സവിശേഷതകളും കുട്ടി അനുകരിക്കുന്നു. അയാളുടെ വിജയങ്ങളിൽ അവനും അഭിമാനം കൊള്ളുന്നു. ഇവിടെ ഏത് സമായോജന ക്രിയാതന്ത്രമാണ് കുട്ടി ഉപയോഗിക്കുന്നത്? നമുക്കറിയാം ഡിഫൻസ് മെക്കാനിസവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എല്ലാ എക്സാമിനും ഉണ്ടാവാറുണ്ട്. ഇവിടെ കുട്ടി എന്താ ചെയ്യുന്നത്? ഇമിറ്റേറ്റ് ദാറ്റ് ക്രിക്കറ്റ് പ്ലേയേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇമിറ്റേഷൻ നടക്കുന്നത് അതെന്തായിരുന്നു? ഐഡൻറ്റിഫിക്കേഷൻ, റാഷണലൈസേഷൻ, പ്രൊജക്ഷൻ, റിപ്രഷൻ. എന്താണ്? ഐഡൻറ്റിഫിക്കേഷനാണ്. ഇപ്പോൾ സച്ചിൻ എന്ന കളിക്കാരനെ നമ്മൾ അതുപോലെ അനുകരിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക? ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയാം. അടുത്ത ചോദ്യം നോക്കൂ. താഴെ കൊടുത്തവയിൽ വൈകാരിക ബുദ്ധിയുടെ വ്യക്തിയിൽ ഇല്ലാത്ത സവിശേഷത എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പേഴ്സൺ ഹാവിങ് ഇമോഷണൽ ഇൻ്റലിജൻസ്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിയിൽ ഇല്ലാത്തത് ഐഡൻറ്റിഫൈസ് ഹിസ് ഓൺ ഇമോഷൻ. തീർച്ചയായും ഇമോഷണൽ ഡെവലപ്മെൻ്റ് ഉള്ള ആൾ തൻ്റെ ഇമോഷൻസ് എന്തെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നു. വർക്ക്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ഹിസ് ഓൺ ഇമോഷൻ. തൻ്റെ മാത്രം വികാരങ്ങൾ മുന്നിൽ നിർത്തി പ്രവർത്തിക്കുന്നു. അത് ശരിയാണോ? അതല്ല. മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നു. അതും ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ളവർക്കുണ്ട്. ആരോഗ്യപരമായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു. അതും ശരിയാണ്. അപ്പോൾ ഉത്തരം ഏതാണ്? തൻ്റെ മാത്രം വികാരങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്നു. അടുത്ത ചോദ്യം നോക്കൂ. 29ാമത്തെ ചോദ്യം. ബുദ്ധിമാനം, അതായത് ഇൻ്റലിജൻസ് ക്വോഷ്യൻ, IQ അല്ലേ? IQ. ഇതിൽ IQ ഈസ് ഈക്വൽ ടു MA/CA × 100. ഇതിൽ ഇവ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ്? MA/CA എന്താണ്? നിങ്ങൾക്കറിയാം MA എന്ന് പറഞ്ഞാൽ എന്താണ്? മെൻ്റൽ എബിലിറ്റി ആണോ? മെൻ്റൽ ഏജ് ആണോ? ഏതാണ്? മെൻ്റൽ ഏജ് ആണ് അല്ലേ? അതുപോലെ CA എന്ന് പറഞ്ഞാലോ കൺസെപ്ച്വൽ എബിലിറ്റി ആണോ? കണ്ടീഷൻ ഏജ് ആണോ? ക്രോണോളജിക്കൽ ഏജ് ആണോ? ഏതാണ്? അപ്പോൾ അത് ക്രോണോളജിക്കൽ ഏജ് ആണ്. അത് രണ്ടും ശരിയായതാണ്. മെൻ്റൽ ഏജും ക്രോണോളജിക്കൽ ഏജും. ഓപ്ഷൻ C നോക്കൂ. മെൻ്റൽ ഏജ് ആൻഡ് ക്രോണോളജിക്കൽ ഏജ്. മാനസിക വയസ്സും കാലിക വയസ്സും. ക്ലിയർ അല്ലേ? അടുത്ത നോക്കൂ. ഗാഗ്നയുടെ പഠന ശ്രേണി അനുസരിച്ച് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള പഠനം. അപ്പോൾ നമ്മുടെ ഹെയറാർക്കി ഓഫ് നീഡ്സ് പോലെ തന്നെ ചോദിച്ച മറ്റൊന്നാണ് ഗാഗ്നയുടെ ഹെയറാർക്കി ഓഫ് ലേണിംഗ്. അപ്പോൾ അത് രണ്ടും മാറിപ്പോകരുത് കേട്ടോ. ഹെയറാർക്കി ഓഫ് ലേണിങ്ങും ഹെയറാർക്കി ഓഫ് നീഡ്സും. ഇപ്പോൾ ലേണിംഗ് ആരുടേതാണ്? ഗാഗ്നെ. അത് മനസ്സിലാക്കട്ടോ. ഗാഗ്നെയാണ് ലേണിംഗ്. ഹെയറാർക്കി ഓഫ് നീഡ്സ് ആരാണ്? മാസ്ലോ ആണ്. അപ്പോൾ ഇവിടെ സിഗ്നൽ ലേണിംഗ്, വെർബൽ അസോസിയേഷൻ, കൺസെപ്റ്റ് ലേണിംഗ്, പ്രോബ്ലം സോൾവിങ്. ഗാഗ്നയുടെ ലേണിങ്ങിൽ ഏറ്റവും ഉയർന്ന തലം എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത്
പ്രോബ്ലം സോൾവിങ് ആണ്, അതല്ലെങ്കിൽ പ്രശ്ന പരിഹരണമാണ്. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓരോ ഭാഗത്തു നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. നിങ്ങൾ ഏത് ഭാഗം സൈക്കോളജിയിൽ പഠിക്കുകയാണെങ്കിലും അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ ഇതിൽ വരാത്തൊരു ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ചോദ്യം അല്ലേ, ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട എങ്കിലും അതുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് പിയാഷെ അധിക എക്സാമിന് ചോദിക്കാറുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഇതിൽ ചോദിച്ചിട്ടില്ല, എങ്കിലും എല്ലാ എക്സാമിനും ചോദിക്കുന്ന മറ്റൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടി മാറിയിട്ടുള്ള കുറച്ച് ഏരിയകളൊക്കെ ചോദിച്ചു. ഉദാഹരണത്തിന് ഗാഗ്നയുടേത്, ഇത് എല്ലാ എക്സാമിനും വരാറില്ലെങ്കിലും പല എക്സാമിനും കാണാറുണ്ട്. നമുക്ക് നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഏതായാലും കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ എക്സാമിന് മുമ്പിലുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക, സമയം കൂടുതൽ കൊടുക്കുക. അതല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത ഭാഗങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ഈ ക്വസ്റ്റ്യനൊക്കെ ചെയ്യുന്ന സമയത്ത് ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ഉള്ള ഭാഗങ്ങൾ നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുക, ഒന്നുകൂടി നോക്കുക, അതിൻ്റെ ഏരിയകൾ നോക്കുക. ഇപ്പോൾ ഇൻ്റലിജൻസ് പറയുകയാണെങ്കിൽ ഇൻ്റലിജൻസിൻ്റെ ഏരിയ ഒന്നുകൂടി കവർ ചെയ്യുക. തീർച്ചയായും സൈക്കോളജിയിൽ നിങ്ങൾക്ക് 30ൽ 30 വാങ്ങാം. ഓക്കെ, ഇംഗ്ലീഷ് ആണെങ്കിലും അതുപോലെ തന്നെ കാറ്റഗറി 2-ലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫുൾ മാർക്ക് വാങ്ങാം. പിന്നെ കാറ്റഗറി 3-കാർ ശ്രദ്ധിക്കുക, കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. ഹയർ ലെവൽ ചോദ്യങ്ങളും വരാറുണ്ട്. സോ താങ്ക് യു.